എന്തിനാ തിയറട്ടിക്കൽ കെമിസ്ട്രി ഒരു വശത്തും അപ്ലൈഡ് കെമിസ്ട്രി മറ്റൊരു വശത്തും രണ്ട് പുസ്തകങ്ങളിലൂടെ എഴുതിയത്? ഒന്ന്, ഐഡിയൽ കണ്ടീഷനില് താത്വിക നിലവാരത്തിൽ അറിയേണ്ട സന്ദേശം തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രയില് തിയറട്ടിക്കൽ കെമിസ്ട്രിയിൽ നൽകിയതുപോലെ നൽകി. അതേ സമയത്ത് ഒരു ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷൻ നടത്തുന്നതിന് പകരം അതിഗംഭീരമായ കെമിക്കൽ പ്ലാന്റിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നത് എങ്കിൽ പല സിസ്റ്റങ്ങളും മാറുന്നുണ്ട്, പ്രഷർ മാറുന്നുണ്ട്, കണ്ടീഷൻ മാറുന്നുണ്ട്, ടെമ്പറേച്ചർ മാറുന്നുണ്ട്, യൂണിറ്റ് ഓപ്പറേഷന്റെ എല്ലാം മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അപ്ലൈഡ് കെമിസ്ട്രി വന്നത്. അതുകൊണ്ട് തന്നെയാണ് തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര പറഞ്ഞു മനസ്സിലാക്കാൻ സ്മൃതികളിലൂടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഭാരതീയർ ശ്രമിച്ചപ്പോൾ പുരാതന ഋഷിവര്യന്മാര് രണ്ട് കാര്യം ശ്രമിക്കുകയുണ്ടായി. ആകാശത്ത് നിന്ന് ഈശ്വരന്റെ പ്രതിനിധിയായി ഒരു ശ്രീരാമനെ ത്രേതായുഗത്തില് ഭൂമിയിൽ കൊണ്ടുവന്ന് അച്ഛനോടെങ്ങനെ പെരുമാറണം എന്ന് ദശരഥനോട് ശ്രീരാമന്റെ കോൺവെർസേഷനിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. അമ്മമാരോടെങ്ങനെ പെരുമാറണം, അനുജന്മാരോടെങ്ങനെ പെരുമാറണം, പ്രജകളോട്, മന്ത്രിയോട്, മന്ദരയോടുൾപ്പെടെ എങ്ങനെ പെരുമാറണമെന്ന് ശ്രീരാമൻ എന്ന താഴത്തേക്ക് താരം ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപം, ആ അവതാരത്തിലൂടെ ശ്രീരാമനെ ഭാരതീയ ജനതയുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കൊരു മാതൃകാ പുരുഷൻ. ലോകത്തിൽ ആരെയും ഉപദേശിച്ചിട്ടില്ല ശ്രീരാമൻ. എന്ത് ചെയ്യണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃകാ പുരുഷനായി കാണിച്ചു തരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ശ്രീരാമൻ കരഞ്ഞിട്ടുണ്ട്. ആ ശ്രീരാമൻ ബന്ധങ്ങളുടെ കാഠിന്യം കൊണ്ട് വിലപിച്ചിട്ടുണ്ട്. ആ ശ്രീരാമൻ വേദന കൊണ്ട് ഒന്നും കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. എന്തിന്? ഒരു ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ മനുഷ്യന്റെ വേദനകൾ അനുഭവിച്ച് അതെങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് മനുഷ്യന് പറഞ്ഞുകൊടുക്കാൻ ഒരു അപ്ലൈഡ് മാനേജ്മെന്റ് സിസ്റ്റം ശ്രീരാമനിലൂടെ പുരാതന ഋഷിവര്യന്മാര് കാട്ടാളനായ രത്നാകരനെ തപശക്തി കൊണ്ട്, കർമ്മശക്തി കൊണ്ട് വാൽമീകിയാക്കി മാറ്റി അദ്ദേഹത്തിലൂടെ രണ്ട് പക്ഷികളെ മുൻനിർത്തിയിട്ട് ഒരു നിമിത്തത്തെ കാണിച്ചു കൊടുത്ത് മഹാകാവ്യമായ വാൽമീകി രാമായണം എഴുതിയപ്പോൾ നമ്മളുടെ മുമ്പില് സർവധർമ്മശാസ്ത്രത്തിന്റെയും സർവ തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രത്തിന്റെയും അപ്ലൈഡ് ധർമ്മശാസ്ത്ര കൺസെപ്റ്റ് ശ്രീരാമനിലൂടെ നമ്മുടെ മുമ്പിൽ വന്നു. 9ാമത്തെ വയസ്സില് യുവരാജാവായിട്ട് അയോധ്യയുടെ രാജപദവി സ്വീകരിക്കണമെന്ന് ദശരഥൻ മകനായ രാമനോട് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത സാഫല്യം, അതുകൊണ്ട് എനിക്ക് അയോധ്യയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഇവിടെ മകളെയും മകനെയും മകന്റെ മകളെയും മരുമക്കളെയും എല്ലാം കസേരയിൽ കേട്ടിച്ച് അവനപ്രാശം സേവിക്കുന്ന മാതിരി നാട്ടുകാരെ സേവിക്കാൻ വിടുന്ന ചിത്രഗുപ്തന്മാര് പോലും പേടിച്ചു മാറി നിൽക്കുന്ന കുറെ നേതാക്കന്മാരുടെ മുമ്പില് എങ്ങനെ ഇരിക്കുന്നു ഈ രാഷ്ട്രത്തിന്റെ ശ്രീരാമ ചരിത്രം? ത്രേതായുഗത്തിലെ ശ്രീരാമ ചരിത്രം അത്രയും ഉജ്ജ്വലമാണ്. ആ ശ്രീരാമൻ, ആ അദ്ദേഹത്തിന്റെ കണ്ണുനീരൊപ്പാൻ, ഒരവതാരമൂർത്തിയായ ശ്രീരാമന്റെ കണ്ണുനീരൊപ്പാൻ ദശരഥൻ വിളിച്ചുകൊണ്ടുവന്നത് ഈശ്വരനായ മഹാഗണപതിയെ അല്ല, ദശരഥൻ വിളിച്ചുകൊണ്ടുവന്നത് മഹാവിഷ്ണുവിനെ അല്ല, മറ്റാരെയും കൊണ്ടുവന്നില്ല. ദശരഥൻ വിളിച്ചുകൊണ്ടുവന്നത് മനുഷ്യനായ വസിഷ്ഠനെ. ലോകത്തിൽ ഈശ്വരനെ ഉപദേശിച്ച ചരിത്രം 239 രാജ്യങ്ങളിലെ കഥകളില് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 239 രാജ്യങ്ങളിലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരമപവിത്ര ഭാരതത്തിലെ ശ്രീരാമന്റെ കഥയില് വ്യാകുലനായിരിക്കുന്ന, ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന ശ്രീരാമനെ മനസ്സുമാറ്റി അയോധ്യയുടെ യുവരാജ പദവി സ്വീകരിപ്പിക്കാൻ
പാകത്തിനുപദേശം കൊടുക്കാൻ സാധാരണ വസിഷ്ഠനെ ദശരഥൻ കൊണ്ടുവന്നപ്പോൾ 32,000 ശ്ലോകത്തിലൂടെ ഈ രാഷ്ട്രത്തിന്റെ സമഗ്രമായ ചൈതന്യം യോഗവാസിഷ്ഠത്തിലൂടെ തലകുനിച്ചിരിക്കുന്ന ആ ശ്രീരാമന് പറഞ്ഞുകൊടുത്ത് ആവേശം കൊടുത്ത് സൈക്കോളജി, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ റിലീജിയൻ, അതുപോലെ എക്കണോമിക്സ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി, എല്ലാ വിഷയങ്ങളും 32,000 ശ്ലോകത്തിലൂടെ എന്തിനാ ശ്രീരാമ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് എന്നുള്ളതിന് പോലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു വിഷമവുമില്ലാതെ വസിഷ്ഠ മഹർഷി മുഴുവനും വിവരിച്ചു കഴിഞ്ഞ് തളർന്നു വീണ ഈശ്വരാവതാരത്തെ മനുഷ്യനായ വസിഷ്ഠൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു ഇതിഹാസത്തിലാണെങ്കിൽ രണ്ടാമത്തെ ഇതിഹാസത്തിൽ എന്താണ് കമ്പാരിസൺ? തളർന്നു വീണ മനുഷ്യനെ ഈശ്വരാവതാരം പുനരുദ്ധരിപ്പിച്ചു. That is the comparison. Nothing occurred in India just like that. Everything was written. Every bit of the subjects were handled in India with interim decision, intrinsic direction and involvement by the brain, from the brain of the rishis. അവരുടെ തലച്ചോറിനെ വിട്ടുകൊണ്ട് ഒന്നും ഈ രാഷ്ട്രത്തിൽ വന്നിട്ടില്ല. കാഷ്വലായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. ശ്രീരാമനെ അവതരിപ്പിച്ചപ്പോൾ ഒരു ഉപദേശവും കൊടുക്കാത്ത മര്യാദാ പുരുഷൻ ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ഒരിക്കലും ഉപദേശം കൊടുക്കാതിരുന്ന ശ്രീകൃഷ്ണൻ ഏതു സമയത്തും നന്മതിന്മകളുടെ ഇൻഫർമേഷൻ ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ണു കാണാത്ത ധൃതരാഷ്ട്രർക്കും കണ്ണു കാണാത്ത ധൃതരാഷ്ട്രരെ ഉപദേശിച്ച വിതുരർക്കും തല താഴ്ത്തിയിരുന്ന ഭീഷ്മർക്കും തല ഉയർത്തി നിന്ന ദ്രോണർക്കും കൂട്ടത്തിൽ നിന്ന മന്ത്രിമാർക്കും കണ്ടുനിന്ന ഗാന്ധാരിക്കും കേട്ടുനിന്ന അതുപോലെയുള്ള ദ്രൗപദിക്കും ധർമ്മപുത്രർക്കും അർജുനനും സത്യം പറയുന്ന സഹദേവനും സുന്ദരനായ നകുലനും ബുദ്ധിമാനെന്ന് അഹങ്കരിച്ച് കർമ്മമണ്ഡലത്തിൽ വന്ന അർജുനനെയും ഒരാളെയും വിട്ടില്ല. സർവരെയും ഓരോ ഉപദേശങ്ങൾ ബിറ്റ് ബൈ ബിറ്റ് ശ്രീകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ ശ്രീകൃഷ്ണന്റെ അറിഞ്ഞാലേ ഇവിടെ ഭാഗവത സത്രം കേൾക്കാൻ വന്ന എറണാകുളത്തെ മഹാജനതതി ഈ ഹാളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നേരത്തെ കേട്ട 2 പ്രഭാഷണങ്ങളുടെ ഭക്തി മാത്രമല്ല, കൈപിടിച്ച് ഏത് അന്ധകാരത്തിൽ വീണാലും എന്റെ ലീഡറായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്റെ കൈ പിടിച്ചുയർത്തുമെന്ന ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ ശ്രീകൃഷ്ണ ദാറ്റ് യു ക്യാൻ സീ ദർ. അതാണ് ശ്രീകൃഷ്ണൻ. ആ രീതിയിലും ശ്രീകൃഷ്ണനെ കാണണം. കാരണം എവിടെയെല്ലാം തളർച്ച ജീവിതത്തിൽ വരുമ്പോൾ നാം പലരും ഭൗതിക ലോകത്തിലാണ്. അതെല്ലാം ഉപേക്ഷിച്ച് ശുദ്ധ ആത്മീയതയിലേക്ക് വരാൻ എല്ലാവർക്കും ഒന്നും എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. സനാതനധർമ്മം, ഹിന്ദു ധർമ്മം അതൊരിക്കലും ആവശ്യപ്പെടുന്നുമില്ല. അങ്ങനെയാണ് ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും യജുർവേദീയ വാചസ്പനേയി മാധ്യന്തീന സംഹിതയിലെ 11ാമത്തെ അധ്യായത്തിൽ 11ാമത്തെ വരിയിൽ പറഞ്ഞതുപോലെ അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസത്തെ തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഃ. ഭൗതിക വിദ്യ മാത്രമാണ് ശാശ്വതമെന്ന് വിശ്വസിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ പോക്ക് കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ്. തതോ ഭൂയ, അപ്രകാരം തന്നെ സംഭവിക്കുന്നു. സൗവിദ്യായാം രതാഃ. ആരാണോ ആധ്യാത്മിക വിദ്യ കൊണ്ട് മാത്രം മാനവരാശിയുടെ സർവപ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്നത് അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് യജ്ഞവൽക്യ മഹർഷി യജുർവേദത്തിൽ പറഞ്ഞു. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ. ആത്മീയ വിദ്യയും ശാസ്ത്രീയ വിദ്യയും രണ്ടും ഒരുമിച്ച് കലർത്തി അവിദ്യയാ മൃത്യും തീർത്ത, ശാസ്ത്രീയമായ അറിവുകൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് വിദ്യയാമൃതമശ്നുതേ, ആത്മീയ വിദ്യ കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ശ്രീകൃഷ്ണനിലെ ശാസ്ത്രീയത കാണണം. ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരികളെ
ടെസ്റ്റ് ട്യൂബും മൈക്രോസ്കോപ്പും ഉപയോഗിച്ച് വിവരിച്ച് കാണണം. അതുപോലെ തന്നെ ഏത് സമയത്തും കസേരയിൽ ചാരിയിരുന്ന് ഉദ്ധവനെ വിളിച്ച് അധ്യായങ്ങളിലൂടെ ഉദ്ധവ ഇതാണ് കാര്യങ്ങള് എന്ന് ആത്മീയ വിദ്യ പറഞ്ഞുകൊടുത്ത ആ ശ്രീകൃഷ്ണനെയും കാണണം. ആത്മീയതയുടെ നിറകുടമായ ശ്രീകൃഷ്ണൻ ഒരു വശത്ത്, ശുദ്ധശാസ്ത്രത്തിന്റെ അത്യന്താധുനിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശ്രീകൃഷ്ണൻ വലതുവശത്ത്. ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് വേണം അടുത്തു വരുന്ന 6-7 ദിവസങ്ങളില് ശ്രീകൃഷ്ണനെ മനസ്സിൽ വെച്ച് പൂജിച്ച് ശ്രീകൃഷ്ണനായിത്തീരാൻ. അപ്പോൾ മാത്രമേ ശ്രീകൃഷ്ണനെ കുറിച്ച് ചോദിക്കുന്ന ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആൻസർ വരികയുള്ളൂ. ആ ശ്രീകൃഷ്ണനെ ക്ഷമയുടെ പര്യായമായി കാണാൻ നമുക്കൊരു സെക്കൻഡ് മതി. ഈ കണ്ണ് കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരുടെ മുമ്പില് ദുര്യോധനാദികള് ശ്രീകൃഷ്ണനിതാ വരുന്നു എന്ന് പറഞ്ഞ് ദൂതനായി വരുന്നു. എന്തിനാ ശ്രീകൃഷ്ണൻ ദൂതനായി വന്നത്? പാണ്ഡവർക്ക് 5 ഗ്രാമം കൊടുക്കണമെന്ന് പറയാൻ. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം, എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ ഹസ്തിനപുരം മുഴുവനും പാണ്ഡവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ല, 5 ഗ്രാമം കൊടുക്കാൻ പറഞ്ഞു? ആരെങ്കിലും ഈ ചോദ്യം അവനവനോട് ചോദിച്ചിട്ടുണ്ടോ? ശ്രീകൃഷ്ണന്റെ എക്കണോമിക്കൽ ലീഗൽ തിയറിയാണത്. ശ്രീകൃഷ്ണൻ ഹസ്തിനപുരം മുഴുവനും ധർമ്മപുത്രർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ സാധ്യമല്ല എന്നറിയാം. ഭീമൻ പറയുന്നു മുഴുവനും കിട്ടണം. സാധ്യമല്ല ഭീമ, ധർമ്മശാസ്ത്രം അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല? ധർമ്മശാസ്ത്രം പറയുന്നു കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിക്ക്, ചെവി കേൾക്കാൻ പറ്റാത്ത വ്യക്തിക്ക് രാജാവാകാൻ അവകാശമില്ല എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മൂത്തപുത്രന് രാജാവാകാൻ അവകാശമില്ല എന്ന് ധർമ്മശാസ്ത്രം പറയുന്നില്ല. അതുകൊണ്ട് ദുര്യോധനനെ കസേരയിൽ ഇരുത്തണമെന്ന് ധർമ്മശാസ്ത്രം അറിയാവുന്നവർ പറഞ്ഞാൽ ധൃതരാഷ്ട്രർക്ക് മാറിയേ പറ്റൂ, ശ്രീകൃഷ്ണന് തലകുനിച്ചേ പറ്റൂ. അതുപോലെ ഭീഷ്മർക്ക് തലകുനിച്ചേ പറ്റൂ. കാരണമുണ്ട്. കണ്ണ് കാണാത്തവനല്ല ദുര്യോധനൻ, ചെവി കേൾക്കാൻ വയ്യാത്തവനല്ല ദുര്യോധനൻ. പിന്നെ പാണ്ഡവർക്ക് അർഹിച്ചതെന്താണ്? ഇത്രയും കാലം പാണ്ഡു ഭരിച്ചിരുന്ന സിംഹാസനത്തില് അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് അവകാശമുണ്ടെങ്കിൽ പാണ്ഡു ഭരിച്ചത് ഒരു കാരണവശാലും ഫുൾ രാജാവായിട്ടല്ല. 350 വർഷങ്ങളോ 250 വർഷങ്ങൾക്കോ മുമ്പില് വാളെടുത്ത് പത്മനാഭസ്വാമിയുടെ തിരുമുറ്റത്ത് വെച്ച് അങ്ങയുടെ ദാസനായി ഞാൻ ഭരിക്കുന്നു എന്ന് പറഞ്ഞ ആ രാജാവിനെ പോലെ പാണ്ഡു ഭരിച്ചത് കണ്ണു കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരുടെ പ്രതിനിധിയായിട്ടാണ്. ആ പ്രതിനിധിയായ പാണ്ഡുവിന്റെ മക്കൾക്ക് രാജ്യം അവകാശപ്പെടാൻ ധർമ്മശാസ്ത്രം അനുവദിക്കുന്നുണ്ടോ എന്ന് 101 അധ്യായമുള്ള വിഷ്ണു ധർമ്മശാസ്ത്രം നോക്കിയാൽ കിട്ടില്ല. ശ്രീകൃഷ്ണന് മുൻപെഴുതിയ ധർമ്മശാസ്ത്രം ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, എന്ത് സിസ്റ്റമാറ്റിക് അപ്രോച്ചാ! ഇത്രയും കാലം പാണ്ഡു ഭരിച്ചിരുന്നു. ആ രാജാവിന്റെ പുത്രന്മാർക്ക് 5 ഗ്രാമം, കൊച്ചിൻ കോർപ്പറേഷന്റെ പകുതിയാണ് 1 ഗ്രാമം. അങ്ങനെ നോക്കുമ്പോൾ 5 ഗ്രാമം ഏതെങ്കിലും മൂലയ്ക്ക് കൊടുക്കുക, അത് ദുര്യോധനൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. എത്ര കൃത്യമായിട്ടാണ് ദുര്യോധനനെ ശ്രീകൃഷ്ണൻ ട്രാപ്പിലേക്ക് കൊണ്ടുവന്നത്. ട്രാപ്പ് എന്ന വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ദുര്യോധനൻ അത് സമ്മതിക്കില്ല എന്ന് ശ്രീകൃഷ്ണന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ദൂതൻ എന്ന രീതിയിൽ 2-3 പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രമല്ല, ഭീഷ്മരെ വിറ്റ്നസ്സാക്കി. ഭീഷ്മ പിതാമഹ, അങ്ങയുടെ പ്രതിജ്ഞയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിജ്ഞ. അങ്ങ് നിൽക്കുന്നത് ഹസ്തിനപുരത്തിന്റെ ഭക്ഷണം കഴിച്ചിട്ടാണ്. ഹസ്തിനപുരത്തിന്റെ പ്രതിനിധിയാണ്. അങ്ങാണ് ധൃതരാഷ്ട്രരെ രാജാവാക്കാൻ വേണ്ടി സ്വയം ത്യാഗം സഹിച്ചത്. അങ്ങ് കേട്ടില്ലേ, പാണ്ഡു എന്ന രാജാവിന്റെ പുത്രന്മാർക്ക് 5 ഗ്രാമം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറില്ല. അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ ധൃതരാഷ്ട്രരും തയ്യാറില്ല. ആ ശ്രീകൃഷ്ണൻ നീതിയും ന്യായവും അവിടെ ഉപദേശിച്ചിരിക്കുന്നത് ഒന്ന് നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ വായിക്കുക. ഒരു പക്ഷേ വായിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ 8 വോളിയം എടുത്ത് ഈ ദൂതനായി വരുന്ന ശ്രീകൃഷ്ണന്റെ 9 പേജുണ്ട്. ആ പേജ് മാത്രം വായിക്കുക. എന്നിട്ടൊരു PhD തീസിസ് എഴുതുക.
കാലടിയിലെ ശങ്കര യൂണിവേഴ്സിറ്റി ഒഴികെ മറ്റേത് യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് PhD തരും. കാരണം അത്രയും ഉജ്ജ്വലമായ ഒരു ചരിത്ര വസ്തുതയാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. ദുര്യോധനൻ അത് സഹിച്ചില്ല. അവിടെ വെച്ച് ആ ദുര്യോധനൻ കയറെടുത്ത് ശ്രീകൃഷ്ണനെ കെട്ടിയത്. കെട്ടാൻ പോകുന്നതിന് മുൻപ് ശിശുപാലൻ അവഹേളിച്ചു. ഈ ദുര്യോധനൻ ചിരിച്ചുകൊണ്ട്, ഹായ് എന്ത് രസ, കൃഷ്ണൻ എന്ന അവതാരമൂർത്തിയെ ശിശുപാലൻ അവഹേളിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ശിശുപാലൻ ഇങ്ങനെ ഒരു വശത്ത് നിന്ന് അവഹേളിക്കുന്നു, ദുര്യോധനൻ അപ്പുറത്ത് നോക്കി നിന്ന് ചിരിക്കുന്നു. ധൃതരാഷ്ട്രർ കണ്ണ് കാണാൻ പറ്റാതെ ടിവിയിലൂടെ കാണുന്ന മാതിരി എന്തോ കാണുന്നു. ഭീഷ്മര് തലകുനിച്ച് നിൽക്കുന്നു, ഇപ്പുറത്ത് ദ്രോണര് തലകുനിച്ച് നിൽക്കുന്നു. ഭാഗവത സത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വലതുവശത്ത് നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നു എന്നങ്ങോട്ട് വിചാരിക്കാം. ഇതെല്ലാം നടക്കുന്ന സീനില് ഭാഗവത സത്രത്തിലെ 2 പേര് നോക്കി നിൽക്കുക, ഇവിടെ വന്ന് റിപ്പോർട്ട് തരാൻ. അവിടെ നിന്ന് ശ്രീകൃഷ്ണൻ കൈകെട്ടി 100 പ്രാവശ്യം പറയുന്ന അപശകുന വാക്കുകളും ശ്രദ്ധിക്കുന്നു. ഇനി ഒരു അല്പനേരത്തേക്ക് ശ്രീകൃഷ്ണനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആരെങ്കിലും അവിടെ നിൽക്കുക. എന്നിട്ട് ശിശുപാലൻ പറയുന്നത് ഗോപാലകൃഷ്ണനെയാണെന്ന് വിചാരിക്കുക. 3ാമത്തെ വരി കേട്ടാൽ ഒന്നില്ലെങ്കിൽ എന്റെ ഹാർട്ട് നിൽക്കും, ഹാർട്ട് അറ്റാക്ക് വരും. അതല്ലെങ്കിൽ എന്റെ ക്ഷമ പോകും, അഡ്രിനാലിൻ ഇഞ്ചക്ട് ചെയ്യും, എന്റെ BP 110 കൂടും, എന്റെ കയ്യും കാലും വറക്കാൻ തുടങ്ങും. 3 പ്രാവശ്യം ശിശുപാലൻ പറയുന്നത് കേട്ടാൽ. അതേ സമയത്ത് ആ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട്, ഇത് കാണണമെങ്കിൽ കഥയല്ല, ആ സ്ഥലത്ത് രാജകൊട്ടാരത്തിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം, മുഴുവനും കേട്ടു. 92 കഴിഞ്ഞപ്പോ പതുക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു, കഴിഞ്ഞ പ്രാവശ്യം 100 എണ്ണം വരെ പറയാൻ നിനക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. 100ൽ ഒരെണ്ണം ക്രോസ് ചെയ്താൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന മാതിരി നടക്കും. 100ൽ ഒരെണ്ണം ക്രോസ് ചെയ്താൽ മതി. 100ൽ ഒരെണ്ണം ക്രോസ് ചെയ്തു, പിന്നെ തല പോയി. വളരെ കൂളായിട്ട് ശ്രീകൃഷ്ണൻ വരിക. എന്താ വരവ്? ആ സമയത്താണ് ദേഷ്യം കൊണ്ട് ദുര്യോധനൻ കെട്ടുന്നത്. ദൂതനെ കെട്ടി അവിടെ ഒന്ന് വെക്കാമെന്ന് തീരുമാനിക്കുന്നത്. ശാന്തമായ ശ്രീകൃഷ്ണൻ ആദ്യത്തെ പ്രാവശ്യം ഒരു ദുഷ്ടന് വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഞാൻ എന്ന ദൂതൻ, അവതാരം എന്ന ശ്രീകൃഷ്ണൻ, ധർമ്മത്തിന് സർവ ഉപനിഷത്തുക്കളും അവസാനിക്കുന്ന ഒരു വാക്കുണ്ട്, ഓം ശാന്തി ശാന്തി ശാന്തി. ആ ശാന്തിക്ക് ഓം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീസ് പീസ് പീസ്, 2 പീസുണ്ട്, അതിൽ ശരിക്കുള്ള പീസ്. ആ സമാധാനം, അതിന് ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ നിലത്തേക്കിറങ്ങി വന്ന് പോസ്റ്റ്മാനെ പോലെ മെസഞ്ചറായി തീരുക. Can we do that in our life? Can we go down up to this level? Not that we are avatars. നമ്മളൊക്കെ വലിയ സാധനങ്ങളാ. ആ ഈശ്വരൻ തന്നെ ലെവലിലേക്ക് എത്തിക്കുക. എന്നിട്ട് കയറുകൊണ്ട് കെട്ടുമ്പോൾ കെട്ടിയ വ്യക്തിയെ ഒന്ന് കാണിച്ചു കൊടുക്കുക. Who am I? I എന്ന ക്യാപിറ്റൽ അക്ഷരം ശ്രീകൃഷ്ണൻ ദുര്യോധനന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഒരു കാര്യവും കൂടി ചെയ്തിട്ടുണ്ട്. കുന്തിയോട് പറഞ്ഞു, ഗാന്ധാരിയുടെ മാനസികാവസ്ഥ എന്താണ് യുദ്ധത്തില്. കുന്തി ഗാന്ധാരിയുടെ കാല് തിരുമാറുണ്ട്, ഭക്ഷണം കൊടുക്കാറുണ്ട്, സർവ്വതും ചെയ്യാറുണ്ട്. ഒരു സ്പൈയെ പോലെ കുന്തിയോട് ചോദിച്ചു, എന്നെങ്കിലും ഗാന്ധാരി ദുര്യോധനൻ മുമ്പിൽ വരുമ്പോൾ തലയ്ക്ക് കൈവച്ച് വിജയീഭവ എന്ന് അനുഗ്രഹിക്കുമോ എന്ന് കുന്തിയോട് ചോദിച്ചു. കുന്തി പതുക്കെ ഗാന്ധാരിയോട് പലതും 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 സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ശ്രീകൃഷ്ണനെ അറിയിച്ചു, ഒരിക്കലും ഗാന്ധാരി ദുര്യോധനനെ വിജയീഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കില്ല. എങ്കിൽ ജയിച്ചു. യു ജസ്റ്റ് സീ ദ ഫാർ സൈറ്റഡ്നെസ്. ശ്രീകൃഷ്ണന്റെ ഫാർ സൈറ്റഡ്നെസ് അത് തന്നെ സംഭവിച്ചില്ലേ. ഈ ദുര്യോധനൻ സർവ്വതും തെളിഞ്ഞതിന് ശേഷം ഗാന്ധാരിയുടെ അടുത്ത് വന്ന് യുദ്ധത്തിനു മുമ്പ് കൈകൂപ്പിക്കൊണ്ട് ആ സീനിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അമ്മേ ഗാന്ധാരി അനുഗ്രഹിക്കണമേ. അമ്മ കൈയെടുത്ത് അനുഗ്രഹിച്ചത് എന്താണെന്നറിയാമോ? ഗാന്ധാരി എന്ന അമ്മ അനുഗ്രഹിച്ചത് ഇന്നത്തെ അമ്മമാർക്ക് പറ്റുമോ എന്ന് നോക്കുക. യതോ ധർമ്മ തതോ ജയ. ജയിക്കുമെന്ന് പറഞ്ഞില്ല, വിജയീ ഭവ എന്ന് പറഞ്ഞില്ല, ദീർഘായുഷ്മാൻ ഭവ എന്ന് പറഞ്ഞില്ല. അമ്മയുടെ മുമ്പില് 1-ാം ദിവസം, 7-ാം ദിവസം, 11-ാം ദിവസം, 16-ാം ദിവസം വന്നു. ഹതേ ഭീഷ്മേ, ഹതേ ദ്രോണേ, ഹതേ കർണേ മഹാരഥേ, ശല്യോ
ആശാ ഫലവതീരാജൻ ശല്യോ ജേഷതി പാണ്ഡവാൻ. അമ്മേ, ഭീഷ്മര് മരിച്ചു, ദ്രോണര് മരിച്ചു, സമാരാധ്യനായ കർണൻ മരിച്ചു. എന്റെ മനസ്സിൽ ഇനിയും ആഗ്രഹമുണ്ട്. 18 ദിവസം അടുക്കാൻ പോകുന്നു. ചിലപ്പോൾ ശല്യരുടെ നേതൃത്വത്തില് കൗരവര് ജയിക്കുകയാണെങ്കിൽ അവസാനത്തെ വാക്കെന്ന രീതിയിൽ ഹേ ഗാന്ധാരി, അമ്മയെ അനുഗ്രഹിക്കണം. അന്നും അമ്മ പറഞ്ഞു യതോ ധർമ്മസ്തതോ ജയ. തിരിഞ്ഞു നിന്ന ദുര്യോധനൻ പറഞ്ഞു, അടുത്ത 10 ജന്മമുണ്ടെങ്കിൽ ഇതേ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കാൻ ഈശ്വര അനുഗ്രഹിക്കണമേ. ഈ മഹാഭാരത യുദ്ധമല്ലേ ധർമ്മയുദ്ധം. അമ്മയോട് ദേഷ്യം കാണിച്ചില്ല ദുര്യോധനൻ. ഇനി 10 ജന്മമുണ്ടെങ്കിൽ ഗാന്ധാരിയുടെ പുത്രനായി ജനിക്കണം. ശ്രീകൃഷ്ണൻ കാൽക്കുലേറ്റ് ചെയ്തു, ഗാന്ധാരി അനുഗ്രഹിക്കില്ല. ഗാന്ധാരി അനുഗ്രഹിച്ചാൽ അർജുനനും ഭീമനും ആർക്കും തന്നെ ദുര്യോധനനെ വധിക്കാൻ സാധ്യമല്ല. എന്നിട്ട് അതേ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരു ഉപദേശം തന്നിട്ടുണ്ട്. സമശത്രൗച മിത്രേച തഥാ. ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പറയാം. ആ ശത്രുവിനോടും മിത്രത്തോടും ഒരേപോലെ പെരുമാറണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രാദികൾക്കു വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു. ഒരിക്കലും ശ്രീകൃഷ്ണന് പരിധിക്കപ്പുറം വെറുപ്പ് കൗരവരോട് തോന്നിയിട്ടില്ല. പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് പാണ്ഡവരോട് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ എപ്പോഴാ അറിയുക? രണ്ടുപേരും, ദുര്യോധനൻ ഒരു വശത്ത്, ധർമ്മപുത്രാദികൾ ഒരു വശത്ത്, ശ്രീകൃഷ്ണന്റെ ബെഡ്റൂമിലേക്ക് വരിക. ഇങ്ങനെ ബെഡ്റൂമിലേക്ക് വരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. വന്നതിന് ശേഷം ധർമ്മപുത്രര് ശ്രീകൃഷ്ണന്റെ കാല് തൊട്ട് വന്നിക്കുന്നു, തലയിൽ വെക്കുന്നു. ഇപ്പുറത്ത് ദുര്യോധനൻ അല്പം അഹങ്കാരത്തോടുകൂടി അവിടെ വന്ന് തൊഴുതു നിൽക്കുന്നു. എടാ കൃഷ്ണ എന്ന് വിളിച്ചില്ല എന്ന് മാത്രം. എന്നിട്ട് ശ്രീകൃഷ്ണൻ പകുതി കണ്ണടച്ചിരിക്കുക, ഒരല്പം കള്ളസൂത്രം. ഇപ്പോഴത്തെ ചില തൃശ്ശൂരിലെ MLA-മാരെ പോലെ ഏതായാലും ആ കള്ളസൂത്രത്തോടുകൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് എന്താ വേണ്ടേ രണ്ടുപേർക്കും? നമ്പൂതിരി ചോദിക്കുന്ന ശൈലിയിലൊന്ന് ചോദിച്ചു നോക്കാം. എന്താ വന്നേ, എന്താ വേണ്ടത് രണ്ടുപേർക്കും? അപ്പൊ ദുര്യോധനൻ എടുത്തു ചാടി ആദ്യം പറഞ്ഞു, അങ്ങയുടെ സൈന്യത്തെ ഞങ്ങൾക്ക് വേണം. എടുത്തോളാൻ പറഞ്ഞു. ലോക ചരിത്രത്തില് ഏതു വിധത്തിലുള്ള ഒരു യുദ്ധവും ഏതു വിധത്തിലുള്ള ഡ്രാമയും എടുക്കുക, അതല്ലെങ്കിൽ നാടകം എടുക്കുക, എവിടെയെങ്കിലും ഒരു രാജാവ് ഒരു പക്ഷത്ത്, അതേ രാജാവിന്റെ സൈന്യങ്ങൾ ശത്രുപക്ഷത്ത് വന്ന കഥയുണ്ടോ? ചരിത്രമല്ല, ഫർഗെറ്റ് അബൌട്ട് ദ ഹിസ്റ്ററി. ബട്ട് ഈസ് ദർ എനി സ്റ്റോറി in the whole world where the king is with part 1 and the soldiers of the king are with part 2? മഹാഭാരത യുദ്ധത്തിൽ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ.